പാചകം ചെയ്യുമ്പോൾ ഗ്യാസ് തീരില്ല. മാസങ്ങളോളം ഉപയോഗിക്കാനുള്ള സിമ്പിൾ വിദ്യ വാങ്ങിച്ച് ഒരു മാസം ആകുമ്പോഴേക്കും തന്നെ ഗ്യാസ് തീർന്നെന്ന പരാതി പറയുന്ന നിരവധി അമ്മമാർ നമുക്കിടയിലുണ്ട്. എന്നാൽ ചില സിമ്പിൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ 3 മാസം വരെയൊക്കെ ഗ്യാസ് തീരാതെ ഉപയോഗിക്കാൻ സാധിക്കും. അതിനുള്ള സിമ്പിൾ ട്രിക്സ് എന്തൊക്കെയെന്ന് നോക്കാം. വിശദീകരിക്കുന്നു. എത്നിക് ഹെൽത്ത് കോഡ്. 1. ലീക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കാം. നിങ്ങളുടെ റെഗുലേറ്റർ, പൈപ്പ്, ബർണർ എന്നിവയിൽ ലീക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്നതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. സ്റ്റൗവിൽ എന്തെങ്കിലും തകരാറുകളുള്ള ഗ്യാസ് ലൈൻ കണ്ടെത്തിയാൽ നിങ്ങൾ പാചകം ചെയ്യാത്ത സമയങ്ങളിലും ഗ്യാസ് നഷ്ടമാകും. ഇത് അപകടവുമാണ്. അതിനാൽ ലീക്ക് ഉണ്ടെങ്കിൽ ഉടൻ പരിഹരിക്കുക. 2. ബർണർ പതിവായി വൃത്തിയാക്കുക. പാചകം ചെയ്ത ശേഷം എല്ലാ ദിവസവും ചെറു ചൂടുവെള്ളവും സ്ക്രബ് ബ്രഷും ഉപയോഗിച്ച് ബർണർ വൃത്തിയാക്കുക. തീ ജ്വാലയുടെ നിറം നീലയ്ക്ക് പകരം മഞ്ഞയോ ചുവപ്പോ ആണെങ്കിൽ അത് അപൂർണമായ ജ്വലനമാണ് അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ ബർണർ വളരെ പഴകിയതും ക്ലീൻ ചെയ്ത് ശരിയാക്കാൻ കഴിയാത്തതുമാണെങ്കിൽ ഒരു പുതിയ ബർണർ വാങ്ങുക, അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കുക. 3. ശരിയായ വലിപ്പമുള്ള ബർണർ ഉപയോഗിക്കുക. പാചകം ചെയ്യുമ്പോൾ പാത്രത്തിൻ്റെ വശങ്ങളിലേക്ക് തീ ജ്വാല പോകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളുടെ പാത്രത്തിനേക്കാൾ വളരെ ചെറുതായ ഒരു ബർണർ ഉപയോഗിക്കുന്നത് തീ ജ്വാല വളരെ ഉയർന്നതാക്കി അനാവശ്യമായ വാതകം പാഴാക്കുന്നതിന് കാരണമാകും. 4. പാത്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. ഗ്യാസ് സ്റ്റൗവിൽ പാത്രങ്ങൾ വയ്ക്കുന്നതിന് മുൻപ് പാത്രത്തിൻ്റെ അടിഭാഗം വൃത്തിയുള്ളതാണെന്ന് ഉറപ്പാക്കുക. ഇത് പാചകം എളുപ്പമാക്കുകയും ഗ്യാസിൻ്റെ അമിതമായ ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. 5. ഒരു പ്രഷർ കുക്കർ ഉപയോഗിക്കുക. കുറഞ്ഞ താപനിലയിൽ തുറന്ന പാത്രങ്ങളിൽ പാചകം ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് പ്രഷർ കുക്കർ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ചു മാത്രമേ ഗ്യാസ് ഉപയോഗിക്കുകയുള്ളൂ. അതിനാൽ വേവ് കൂടിയ ഭക്ഷണങ്ങൾ കുക്കറിൽ തയ്യാറാക്കുക. ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം ഉടൻ പാകം ചെയ്യരുത്. ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം നേരിട്ട് പാകം ചെയ്യരുത്. കുറച്ചു സമയം പുറത്ത് എടുത്തു വെച്ച് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം അടുപ്പിൽ വയ്ക്കാം. ഇത് ഗ്യാസ് ലാഭിക്കാൻ സഹായിക്കും. കെറ്റിൽ ഉണ്ടെങ്കിൽ വെള്ളം അതിൽ ചൂടാക്കി വയ്ക്കാം. ബർണർ വൃത്തിയായി സൂക്ഷിക്കണം. ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. Ethnic Health Code in Public Interest.